സോ ഹലോ ഗൈസ് വൺസ് അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താ ഈ വ്ളോഗ് ചെയ്യുന്നവർക്ക്, പിന്നെ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ബേസ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്കറിയാം, അത് തന്നെ ഇത്. അതായത് ഫ്യൂടെക്കിൻ്റെ സ്കോർപ്പ് സി എന്ന് പറഞ്ഞിട്ട് ഒരു ഗിംബലാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് മാത്രമല്ല, എന്താ പറയുക, നമുക്കൊരു അതായത് ഒരുപാട് പേയ്മെൻറ്റ് വേണ്ട, ഒരുപാട് പേയ്മെൻറ്റ് മുടക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുതലാണിത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിന് ആമസോണിൽ വന്നിട്ട് ഒരു എത്രയാ 22 രൂപ സംതിങ് ഉള്ളൂ ഈ ഒരു ഐറ്റത്തിന്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചല്ല, എൻ്റെ ഫ്രണ്ട് മേടിച്ചതാണ് ആക്ച്വലി ഗിംബൽ. അപ്പോൾ ആളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറേ റിവ്യൂസൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി ഞാൻ കേട്ടില്ല കേട്ടോ. ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ആൾ മേടിക്കുന്നതല്ല, എന്നാൽ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആളുടെ നിന്ന് മേടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സാധനമാണ് അപ്പോൾ ഇത്. അപ്പോൾ നമ്മുടെ ഐറ്റമാണ്, നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കോർപ്പ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഗിംബൽ. അതായത് എന്തുകൊണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോകണം, കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഈ ഒരു ഗിംബലിൽ എൻ്റെ ഇരിക്കുന്നത് സോണി 7M4 ക്യാമറ, അതുപോലെ 24-1.5 ലെൻസാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫുട്ടേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷ്വലിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു എമൗണ്ടിൽ എന്താ പറയുക, ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ടിൽ കൊണ്ട് നടക്കാൻ എളുപ്പമുള്ളൊരു ഗിംബൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. ഈ ഒരു ഫീൽഡിൽ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു ക്യാമറ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും കൂടുതൽ വീഡിയോ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം മേടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ആക്ച്വലി ഉണ്ടല്ലോ, നമ്മുടെ ക്രെയിൻ 3S ഒക്കെ കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു മോഡൽ പോലെ ഇറക്കിയിരിക്കുന്നതാണ് ആക്ച്വലി സ്കോർപ്പ് 3 എന്ന് പറയുന്നത്, സ്കോർപ്പ് സി എന്ന് പറയുന്ന ഈ ഒരു വേർഷൻ. പിന്നെ അത് കൂടാതെ വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ ഒരു ഹാൻഡിലുണ്ടല്ലോ, ഇതങ്ങ് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടൊരു ഇതുണ്ടാ, ഇങ്ങനെ ഒരു എവിടെയെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ സംഭവം വെക്കാൻ പറ്റും. ഒരു സ്കോർപ്പിയോ ആണ്, അതായത് ഒരു സ്കോർപ്പിയോട് ഇരിക്കുന്ന രീതിക്ക് ഈ സംഭവം ഇങ്ങനെ ഇരിക്കും. ഏറെക്കുറെ രീതിക്ക് ഇരിക്കും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു സ്കോർപ്പ് അത് തന്നെ ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാതിരിക്കും തോന്നുന്നുണ്ടോ, ഇതിലൊരു സ്കോർപ്പിയോൻ്റെ ഒരു ടേളിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പം ഏറെക്കുറെ ആ ഒരു മോഡൽ നോക്കി ഇറക്കിയ ഒരു സംഭവമായിട്ടത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മോഡ്സ് കാര്യങ്ങൾ സംതിങ് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ സ്കോർപ്പ് 2 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. AI ട്രാക്കറുള്ള ഒരു മോഡൽ വേറെ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അത് വന്നിട്ട് എനിക്ക് തോന്നുന്നു 48 രൂപ 50 രൂപ അടുത്ത ആകുന്നുണ്ട്. ബട്ട് ഞാൻ നോക്കിയിട്ട് ഇത് അതുപോലെ യൂസ്ഫുള്ളാണ്, അതുപോലെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ 2 ടൈപ്പ് പ്ലേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കുഞ്ഞു പ്ലേറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലിയ പ്ലേറ്റ്. നമ്മൾ ഈ എന്താ പറയുക, ട്രൈപോഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് മാൻഫ്ലോട്ടോടൊക്കെ ട്രൈപോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലേറ്റാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ ഒരു കുഞ്ഞു പ്ലേറ്റും വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കേബിൾസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു കേബിൾ ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ തന്നെയാണ് ചാർജിങ്, ഇതിൻ്റെ അടിയിലൊരു ചാർജിങ് സ്ലോട്ട് ഉണ്ട് കേട്ടോ. നമ്മളതിൽ പ്ലഗ് ചെയ്യും, നമുക്ക് എന്നിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ആക്ച്വലി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് നമുക്ക് മറ്റേ RS2 പോലെ അല്ലെങ്കിൽ RS3 പോലെ നമുക്ക് എന്താ പറയുക, ബാറ്ററി ഊരി ചാർജ് ചെയ്യാൻ പാകത്തിനുള്ളതല്ല. നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്ത് ആക്ച്വലി ചെയ്യുകയാണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ലൊക്കേഷൻ തപ്പി പിടിച്ച് വന്നേക്കാൻ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ഒരു സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇന്ന് ഫ്രെയിമിലുള്ളത് അലീനയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുട്ടേജ് എല്ലാം എടുക്കുന്നുണ്ട്, ജിമ്പിലെല്ലാം റെഡിയാക്കി പെറുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഫുട്ടേജ് എല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ആഡ് ആക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം.